വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് റിട്സ് ആണ്. ഈ ക്ലാസ്സിൽ നമുക്ക് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ എന്തെന്ന് നോക്കാം. There are several non-governmental organizations to functions as watchdogs against violation of rights. അവകാശ ലംഘനത്തിനെതിരെ കാവൽ ഭടന്മാരായി നിരവധി നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അതായത് സർക്കാർ ഇതര സംഘടനകളുണ്ട്. അതായത് there are several non-governmental organizations to functions as watchdogs against violation of rights. അല്ലേ, അവകാശ ലംഘനത്തിനെതിരെ കാവൽ ഭടന്മാരായുള്ള നിരവധി ഓർഗനൈസേഷനുകൾ, സംഘടനകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട്. അത്തരം നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുകളിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് ഒന്ന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസും നെക്സ്റ്റ് പീപ്പിൾസ് യൂണിയൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. ഈ രണ്ട് സംഘടനകളും നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആണ്, അതായത് സർക്കാർ ഇതര സംഘടന ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്. അതായത് ഇതൊരു ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്താണെന്ന് നോക്കാം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾസ്. അതായത് മനുഷ്യൻ്റെ അവകാശങ്ങളുടെ ഒരു സംരക്ഷകനാണ് ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞു. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ടു സേഫ് ഗാർഡ് ദ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ. അതായത് ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനാണ് ആര്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇൻ ദിസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1993 ഒക്ടോബർ 12. അതായത് 1993 ഒക്ടോബർ 12 ഏത് കമ്മീഷൻ വരുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഒക്ടോബർ 12 ആണ്. ഇനി ഇതിൻ്റെ മെമ്പേഴ്സിനെ നോക്കാം. ഇതിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഇനി അവരേതൊക്കെ മേഖലയിലുള്ളവരാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ 5 മെമ്പേഴ്സ് ഉണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്സ്, ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്സ്, ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്സ്, അതുപോലെ തന്നെ 2 അതർ മെമ്പേഴ്സ്. അവരെങ്ങനെയുള്ളവരാ? ഹു ഹാവ് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ്. അതായത് ഒന്നും കൂടെ, അതായത് ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ 5 മെമ്പേഴ്സ് ഉണ്ട്, 5 അംഗങ്ങളുണ്ട്. ഒന്നാരാ? ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഫോർമർ റിട്ടയർഡ് ആയ സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജസ്, മുഖ്യ ജഡ്ജി ഒരാൾ. ഇനി അതേപോലെ അംഗങ്ങൾ വേറെ ആരൊക്കെയാ? ഇനി ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജസ് അല്ല, സാധാ ജഡ്ജി. ഇനി അതേപോലെ ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, ഹൈക്കോടതിയിലെ മുഖ്യ ജഡ്ജിയായ ഫോർമർ, എല്ലാം റിട്ടയർഡാ. ഫോർമർ എന്ന് പറഞ്ഞാൽ റിട്ടയർഡായ സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജസ് ഉണ്ട്. ഇനി റിട്ടയർഡായ സുപ്രീം കോടതിയിലെ തന്നെ സാധാ ജഡ്ജി ഉണ്ട്. ഇനി അതേപോലെ തന്നെ റിട്ടയർഡായ ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജസും ഏലുണ്ട്. ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുണ്ട്. ഇനി 2 പേരെങ്ങനെ ഉള്ളവരാ? 2 മെമ്പേഴ്സ് ഉണ്ട്. അവരാരൊക്കെയാ? അതർ 2 മെമ്പേഴ്സ്. അവർ ജഡ്ജസ് അല്ല. അവരെങ്ങനെ ഉള്ളവരാ? ഹു ഹാവ് നോളജ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ റിലേറ്റിംഗ് ടു ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിജ്ഞാനമുള്ളവരും അതുപോലെ തന്നെ പ്രായോഗികമായ പരിചയമുള്ളവരുമാണ് മറ്റ് 2 അംഗങ്ങൾ. അവർ ജഡ്ജസ് അല്ല. അവരെന്താണ് ഔട്ട്സൈഡ് മെമ്പേഴ്സാണ്.
അവരെങ്ങനെ ഉള്ളവരായിരിക്കണം? അവർക്ക് ഹ്യൂമൻ റൈറ്റിൽ എന്തൊക്കെ വേണം? നോളജും വേണം, പ്രാക്ടിക്കലായ എക്സ്പീരിയൻസും വേണം. മനുഷ്യാവകാശം എന്ന് പറയുന്ന ആ ഒരു മാറ്ററിൽ എന്താണ്? നോളജും ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കലായ എക്സ്പീരിയൻസും ഉള്ളവരായിരിക്കണം മറ്റ് രണ്ട് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 മെമ്പേഴ്സാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണെന്ന് വെച്ചാൽ എത്ര പേരാ? 5 പേരാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. അതിൽ 3 പേരും ജഡ്ജിമാർ തന്നെയാണ്, അല്ലേ? നമ്മൾ സ്റ്റെപ്പായിട്ട് എടുത്തു പറഞ്ഞു വരികയാണ്, അല്ലേ? ആരൊക്കെയാ? ഒന്ന് ഉയർന്ന ആൾ തന്നെയാണ്. എന്താണ്? സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജസ് ആയിരുന്ന ആൾ, റിട്ടയർഡായ സുപ്രീം കോടതി ചീഫ് ജഡ്ജസ്. അതാണ് ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി അത് കഴിഞ്ഞിട്ട് ആര്? ഫോർമർ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയിലെ ചീഫ് ജഡ്ജസ് അല്ല, സാധാ ജഡ്ജി. ഇനി മറ്റൊരാളാര്? ഫോർമർ ചീഫ് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയിൽ ആര്? ചീഫ് ജഡ്ജസ് ആയിരുന്ന ആൾ. ഇവരെല്ലാം ഫോർമറാ, റിട്ടയർഡായ മെമ്പേഴ്സാണ്. ഈ 3 ജഡ്ജസിൻ്റെയും എന്താണ് പദവി കഴിഞ്ഞു, അതായത് ജഡ്ജസ് കാലാവധി കഴിഞ്ഞു, റിട്ടയർഡ് ആയവരാ. അതായത് ജഡ്ജസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ നിന്ന് റിട്ടയർഡായി വന്നവരെയാണ് ഏതിലാക്കുന്നത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അംഗങ്ങളാക്കുന്നത്. ഇനി അതേപോലെ 2 മെമ്പേഴ്സ് ഉണ്ട്, അവർ ജഡ്ജസ് അല്ല. അവരെങ്ങനെ ഉള്ളവരാ? അവർക്ക് നോളജും ഉണ്ട്, പ്രാക്ടിക്കലായ എക്സ്പീരിയൻസും ഉണ്ട്. ഏത് മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്? ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ഏത്? ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യ അവകാശം എന്ന് പറയുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നല്ലൊരു അറിവുള്ളവരാ, പരിജ്ഞാനമുള്ളവരെയാണ് ഇതിൽ മറ്റ് 2 അംഗങ്ങളെന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ടെന്യുവർ കാലാവധി എന്ന് പറഞ്ഞാൽ 5 years അല്ലെങ്കിൽ 70 years ഓൾഡ്. അതായത് എന്താണ്? 5 വർഷം അല്ലെങ്കിൽ എന്താണ് 70 വയസ്സ്. അതായത് ഒരു വ്യക്തി എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അംഗമായിരിക്കുന്നത് എത്ര വർഷമാണ്? ഒന്നീ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് പ്രായം വരെ. അതായത് ഇപ്പോൾ 70 വയസ്സ് പ്രായം വരെ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ 68ാമത്തെ വയസ്സിൽ മനുഷ്യാവകാശ കമ്മീഷനിലെ മെമ്പറായിട്ട് വന്നുവെങ്കിൽ, 68ാമത്തെ വയസ്സിലാണ് ഒരു ചീഫ് ജഡ്ജസിനെ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായെങ്കിൽ അദ്ദേഹം എത്രാമത്തെ വയസ്സ് വരെ ഇരിക്കുകയുള്ളൂ? അദ്ദേഹം 5 വർഷം ഇരിക്കില്ല. എത്ര വയസ്സ് വരെ ഇരിക്കും? 70 വയസ്സാകുമ്പോൾ റിട്ടയർഡ് ആയി പോകും. അതായത് 68, 69, 70, 2 വർഷം ഇരുന്ന് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തിന് എത്ര വർഷം ഇരിക്കാൻ പറ്റില്ല? 5 വർഷം ഇരിക്കാൻ പറ്റില്ല. അതായത് വർഷമാണ് എന്താണ് 5 വർഷം ഇരിക്കാം, പക്ഷേ എന്താണ് പ്രായം 70 ആദ്യം എത്തുകയാണെങ്കിൽ 5 വർഷം ഇരിക്കാൻ പറ്റില്ല. ഏതൊരു മെമ്പറിനും എത്രയാ? 5 വർഷമാണ് കാലാവധി. ടെനുവർ എന്ന് പറഞ്ഞാൽ കാലാവധി 5 വർഷമാണ്. പക്ഷേ എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ മെമ്പറാകുന്ന വ്യക്തിക്ക് 5 വർഷം കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ എത്ര വയസ്സ് തികയാണെങ്കിൽ 70 വയസ്സ് തികയുകയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കമ്മീഷനിൽ നിന്നും വിട്ടുപോകേണ്ടി വരും. ഇനി എല്ലാത്തിനും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ആ ഡൽഹിയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ വിളിക്കുന്ന പേര് മാനവ് അധികാർ ഭവൻ എന്നാണ്. മാനവ് അധികാർ ഭവൻ എന്നാണ്. മാനവ് അധികാർ ഭവനാണ് എന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ വിളിക്കുന്നത്. അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? അത് ഡൽഹിയിൽ ആണ്. ഇനി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് രംഗനാഥ മിശ്ര ആണ്. രംഗനാഥ മിശ്രയാണ് എന്ത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റിൽ രംഗനാഥ മിശ്ര തന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ അതായത് ഈ കറണ്ട് ഈവൻസ് ആണ് ചോദിക്കുന്നത്, കറണ്ട് അഫേഴ്സ് ആയിരുന്നു ചോദിക്കുന്നത്. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഇപ്പോഴത്തെ ചീഫ് ജഡ്ജസ് ആരെന്നായിരിക്കും ചിലപ്പം ചോദിക്കും. അപ്പോൾ പറയും നിങ്ങൾ എന്താണ് അത് പഠിക്കാനില്ലല്ലോ എന്ന് ചോദിച്ചാൽ അത് പഠിക്കാനുണ്ട്. അതായത് കറണ്ട് ഈവൻസ് നോക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഡിസ്കസ് ചെയ്യും. അങ്ങനെ കമ്മീഷൻസുകളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ചീഫ് ജഡ്ജസ് നോക്കണം. അതായത് ഇപ്പോഴത്തെ ഈ സമയത്ത് അതായത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന അതാണ് ചീഫ് ജഡ്ജസ് ആരാണെന്ന് നോക്കണം. കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കിയാലേ പറ്റൂ. അതായത് ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ HL ദത്തു ആണ്. HL ദത്തു ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴത്തെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് വെച്ചാൽ. പക്ഷെ നമ്മൾ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ്
എന്താണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ നമ്മൾ നോക്കിയോളൂ അല്ലേ, മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനെ നോക്കിയോളൂ. അതാരാ? രംഗനാഥ മിശ്ര ആണ്. എന്നാൽ രംഗനാഥ മിശ്ര ചോദിക്കാം ചിലപ്പോൾ എന്താണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ HL ദത്തു ആണ്. ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടുണ്ടെന്നല്ല, ഇതേപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കറണ്ട് ഇവന്റ്സ് വന്നിട്ട് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ എന്താണ്, അയ്യോ അതില്ല, അത് പഠിക്കാനില്ലായിരുന്നെന്ന് പറയും. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, പ്രസന്റ് ഈവൻസ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രസന്റ് ഈവൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ കറണ്ട് ഈവൻസിന് എന്തുണ്ട്, അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പൊളിറ്റിക്സ് ഹിസ്റ്ററി അല്ല, പഴയ കാലമല്ല പഠിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ രണ്ട് വ്യക്തികളെ നമ്മളിവിടെ ഓർക്കുന്നു. ഒന്ന് എന്താണ്, മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരെന്ന് വെച്ചാൽ രംഗനാഥ മിശ്രയും, അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ HL ദത്തുവും ആണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The commission can make enquiry about the complaints of the violation of rights on a petition filed by the victims or at its own initiatives. അതായത് ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, എന്താ, The commission can make enquiry about the complaints of the violation of rights on a petition filed by the victims or at its own initiatives. അതായത് മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തികൾ നൽകുന്ന പരാതിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുക. ഇനി മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തികൾ പരാതികൾ നൽകിയില്ലെങ്കിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് തന്നെ എന്ത് ചെയ്യാം, ഒരു വിഷയത്തിൽ നേരിട്ട് എന്ത് ചെയ്യാം, സ്വന്തമായി അന്വേഷിക്കുവാനുള്ള അവകാശവും ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ദ കമ്മീഷൻ ക്യാൻ മേക്ക് എൻക്വയറി അബൌട്ട് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓൺ എ പെറ്റീഷൻ ഫയൽഡ് ബൈ ദ വിക്ടിംസ്. അതായത് എന്താണ്, മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തികൾ നൽകുന്ന പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തുക. അതായത് ഇന്ന വ്യക്തി മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ അയാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അന്വേഷണം നടത്തണം. ഇനി അല്ലാതെ തന്നെ എന്താണ്, സ്വന്തമായിട്ടും കമ്മീഷന്റെ ലീഡർഷിപ്പിലും എന്ത് ചെയ്യാം, ഒരാൾ പരാതി കൊടുക്കാതെ തന്നെ എന്താണ്, കമ്മീഷൻ അറിയുന്നു മനുഷ്യാവകാശ ലംഘനം ഇന്ന സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് എങ്കിൽ കമ്മീഷന് സ്വമേധയും എന്ത് ചെയ്യാം, അന്വേഷണങ്ങൾ നടത്താം. അതായത് അറ്റ് ഇറ്റ്സ് ഓൺ ഇനിഷ്യേറ്റീവ് അല്ലെ, അറ്റ് ഇറ്റ്സ് ഓൺ ഇനിഷ്യേറ്റീവ് സ്വന്തമായിട്ടും എന്ത് ചെയ്യാം, കമ്മീഷന് തന്നെ സ്വന്തമായി മുൻകൈ എടുത്തു എന്ത് ചെയ്യാം, അന്വേഷണങ്ങൾ നടത്താം. സെക്കൻഡ്, ഇറ്റ് മേക്ക് സ്പോട്ട് വിസിറ്റ് ടു ദ പ്ലേസ് like jails where human rights are suspended to be denied. അതായത് കമ്മീഷൻ എന്താണ്, നമ്മുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. നമ്മൾ പ്രധാനമായിട്ടും എന്താണ്, മനുഷ്യാവകാശ കമ്മീഷൻ വിസിറ്റ് ചെയ്യുന്നു, ജയിലുകൾ വിസിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി ജയിലുകൾ വിസിറ്റ് ചെയ്യുന്നു? അവിടുത്തെ ജയിൽ പുള്ളികൾ, അതായത് അവിടുത്തെ അന്തേവാസികളുടെ മനുഷ്യാവകാശം ഉറപ്പാണോ എന്ന് തിരക്കുന്നതിന് അല്ലെങ്കിൽ അറിയുന്നതിന് വേണ്ടി നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് വിസിറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. എവിടെ? ജയിലുകൾ. അതായത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് മേക്ക് എ സ്പോട്ട് വിസിറ്റ് ടു ദ പ്ലേസ് ലൈക്ക് ജയിൽസ് അല്ലെ, ജയിൽ പോലുള്ള സ്ഥലങ്ങൾ ആർക്ക് വിസിറ്റ് ചെയ്യാം? മനുഷ്യാവകാശ കമ്മീഷന് വിസിറ്റ് ചെയ്യാം. എന്തിനാണ് അവിടെ വിസിറ്റ് ചെയ്യുന്നത്? വെയർ ഹ്യൂമൻ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ടു ബി ഡിനൈഡ്. അതായത് ഇവിടെ എന്താണ്, മനുഷ്യ അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ മനുഷ്യാവകാശ കമ്മീഷന് ജയിലുകൾ വിസിറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ്, ദ കമ്മീഷൻ ആൾസോ അണ്ടർടേക്ക് ആൻഡ് പ്രൊമോട്ട്സ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു വിഷയം അല്ലെ, ആ വിഷയത്തിൽ എന്താണ്, ഗവേഷണങ്ങൾ നടത്തുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൽ റിസർച്ച് നടത്താം, അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാനുള്ള അധികാരം എന്താണ്, ഈ പറയുന്ന കമ്മീഷന് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ദ കമ്മീഷൻ ക്യാൻ മേക്ക് എൻക്വയറി അബൌട്ട് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ദ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓൺ എ പെറ്റീഷൻ ഫൈൽഡ് ബൈ ദ വിക്ടിംസ് ഓർ അറ്റ് ഇറ്റ്സ് ഓൺ.
എന്താ പറഞ്ഞത്? മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യ ഫംഗ്ഷൻ എന്താ പറയുന്നത്? മനുഷ്യാവകാശ ലംഘനത്തിന് ഇരയായ വ്യക്തികൾ നൽകുന്ന പരാതിയെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്താം. ഇനി ഒരു വ്യക്തി പരാതി നൽകിയില്ലെങ്കിൽ സ്വന്തമായി തന്നെ കമ്മീഷന് തന്നെ സ്വയം അന്വേഷണം നടത്തുക. അതായത് മറ്റൊരാളുടെ പരാതി ഇല്ലാതെ തന്നെ കമ്മീഷന് എന്ത് ചെയ്യാം? സ്വയം മുൻകൈയെടുക്കാം. എവിടെയാണോ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് അതിനെക്കുറിച്ച് മറ്റൊരാളുടെ പരാതി ഇല്ലാതെയും കമ്മീഷൻ എന്ത് ചെയ്യാം? അന്വേഷണം നടത്താം. അതായത് ഒരു വ്യക്തി നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാം? മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം എവിടെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താം. ഇനി പരാതി കിട്ടാതെയും മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യാം? സ്വന്തമായ നിലപാടിൽ എന്ത് ചെയ്യാം? അന്വേഷണങ്ങൾ നടത്താം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് മേക്സ് സ്പോട്ട് വിസിറ്റ് ടു ദ പ്ലേസസ് ലൈക്ക് ജയിൽ പോലുള്ള സ്ഥലങ്ങൾ ആര് വിസിറ്റ് ചെയ്യുന്നു? കമ്മീഷൻ വിസിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? വേർ ഹ്യൂമൻ റൈറ്റ്സ് ആർ സസ്പെൻഡഡ് ടു ബി ഡിനൈഡ്. അതായത് ജയിൽ പുള്ളികൾ, അതായത് ജയിലിലെ അന്തേവാസികളുടെ മനുഷ്യാവകാശം അവിടെ സസ്പെൻഡ് ചെയ്യുന്നു, നിഷേധിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കമ്മീഷന് ജയിലുകൾ സന്ദർശിക്കാം. ഇനി കമ്മീഷൻ ആൾസോ അണ്ടർടേക്ക് ആൻഡ് പ്രൊമോട്ട് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യ അവകാശം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു ഫീൽഡ് അല്ലെ, ആ ഒരു മേഖല അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ കമ്മീഷന് റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യ അവകാശ ലംഘനത്തെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അതായത് മനുഷ്യാവകാശ ലംഘനത്തെ തടയുക എന്നതാണ് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്തുന്ന കംപ്ലൈൻസുകൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അതായത് എവറി ഇയേഴ്സ് കമ്മീഷൻ ഈസ് ഗെറ്റിംഗ് തൗസൻഡ്സ് ഓഫ് കംപ്ലൈൻറ്റ്സ്. അതായത് ഓരോ വർഷവും കമ്മീഷനിൽ ആയിരക്കണക്കിന് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അതായത് ഓരോ വർഷവും ആയിരക്കണക്കിന് കംപ്ലൈൻറ്റുകൾ എവിടെ എത്തിച്ചേരുന്നുണ്ട്? നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ, അതായത് മനുഷ്യാവകാശ കമ്മീഷനിൽ എത്തിച്ചേരുന്നു. അതിൽ മോസ്റ്റ് ഓഫ് ദംസ് ആർ റിലേറ്റഡ് ടു ഏതൊക്കെയാണ്? കസ്റ്റോഡിയൽ ഡെത്ത്സ്, കസ്റ്റോഡിയൽ റേപ്സ്, ഡിസപ്പിയറൻസ് ഓഫ് പീപ്പിൾ, അതുപോലെ തന്നെ പോലീസ് എക്സസ്, അതുപോലെ ഇൻഡഗ്നിറ്റി ടു വുമൻ. അതായത് മെയിനായിട്ടും കമ്മീഷനിൽ എത്തിച്ചേരുന്ന കംപ്ലൈൻസുകൾ മോസ്റ്റ് ഓഫ് ദംസ് ആർ റിലേറ്റഡ് ടു ഏതൊക്കെയാണ്? കസ്റ്റോഡിയൽ ഡെത്ത്. അതായത് കസ്റ്റഡി മരണം, സ്വാഭാവികമായി കേൾക്കുന്ന ഒന്നാണ്. കസ്റ്റഡി മരണം. അതുപോലെ തന്നെ കസ്റ്റഡിയൽ റേപ്പ്, കസ്റ്റഡിയിൽ നിന്നുള്ള ബലാത്സംഗം. അതേപോലെ തന്നെ ഡിസപ്പിയറൻസ് ഓഫ് പീപ്പിൾ, അതായത് ജനങ്ങളെ കാണാതാകുന്നത്. അതുപോലെ പോലീസ് എക്സസ്, പോലീസിൻ്റെ അതിക്രമണങ്ങൾ. അതുപോലെ ഇൻഡിഗ്നിറ്റി ടു വുമൻസ്, സ്ത്രീകളോട് അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം. ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകളുമായി റിലേറ്റ് ചെയ്യുന്ന കംപ്ലൈൻസുകളാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്തിച്ചേരുന്നത്. കസ്റ്റഡി മരണവും കസ്റ്റഡി ബലാത്സംഗവും, അതുപോലെ തന്നെ ജനങ്ങളെ കാണാതാകുന്നതും, അതുപോലെ തന്നെ പോലീസ് എക്സസ്, അതായത് പോലീസിൻ്റെ അതിക്രമണങ്ങളും, അതുപോലെ ഇൻഡിഗ്നിറ്റി ടു വുമൻസ്, സ്ത്രീകൾക്ക് നേരെയുള്ള അപമര്യാദയുള്ള പെരുമാറ്റവും പോലുള്ള കംപ്ലൈൻസുകളാണ് ആരിൽ എത്തിച്ചേരുന്നത്? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്തിച്ചേരുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ അധികാരങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഫങ്ഷൻസുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് ലിമിറ്റേഷൻസ് ഉണ്ട്, അതായത് പരിമിതികൾ കമ്മീഷന് ഉണ്ട്. നമ്മൾ 3 ഫങ്ഷൻസ് ആയിട്ട് ഇങ്ങനെ എടുത്ത് റോളുകൾ പറഞ്ഞായിരുന്നു. എങ്കിൽ തന്നെ കമ്മീഷൻ പരിമിതികളും ഉണ്ട്. കമ്മീഷന്റെ പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ദ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പ്രോസിക്യൂട്ട് ദ കൾപ്രിറ്റ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പ്രോസിക്യൂട്ട് കൾപ്രിറ്റ്. അതായത് എന്താ പറയുന്നത്? കമ്മീഷന് പൂർണ്ണമായൊരു വ്യവഹാരം നടത്തുവാനുള്ള അധികാരം ഇല്ല. അതായത് കമ്മീഷൻ വ്യവഹാരം നടത്തുവാനുള്ള അധികാരം ഇല്ല, വിധി കൽപ്പിക്കുവാനുള്ള അധികാരം
കമ്മീഷനില്ല. കേസുകൾ അന്വേഷിക്കുന്നു കമ്മീഷൻ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ ആര് അന്വേഷിക്കും? കമ്മീഷൻ അന്വേഷിക്കും. അതിൻ്റെ വ്യവഹാരം നടത്തുവാനുള്ള, വിധി കൽപ്പിക്കുവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ആർക്കില്ല? കമ്മീഷന് ഇല്ല. അപ്പോൾ കമ്മീഷൻ ഡസ് നോട്ട് ഹാവ് ദ പവർ ടു പ്രോസിക്യൂട്ട് കൾപ്രിറ്റ്സ്. അതല്ലേ, അതായത് കമ്മീഷന് സ്വന്തമായിട്ട് എന്താണ് വ്യവഹാരം കൽപ്പിക്കുവാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ പവർ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനില്ല. അപ്പം വ്യവഹാരം നടത്തുവാനുള്ള അധികാരം കമ്മീഷൻ ഇല്ലാത്തത് കൊണ്ട് കമ്മീഷൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ ടു ഗവൺമെന്റ് ആൻഡ് കോർട്സ് ഫോർ ഇനിഷ്യേറ്റിംഗ് പ്രൊസീഡിംഗ് ബേസ്ഡ് ഓൺ ദ എൻക്വയറി ദാറ്റ് ഇറ്റ് കണ്ടക്ട്. അതായത് ഇങ്ങനെയാ പറയുന്നത്, അതായത് എന്താണ്, വ്യവഹാരം കൽപ്പിക്കുന്നില്ല സ്വന്തമായി. അതായത് ഒരു വ്യവഹാരം കൽപ്പിക്കുവാൻ, വിധി കൽപ്പിക്കുവാനുള്ള അധികാരം കമ്മീഷന് ഇല്ലാത്തതിനാൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ ടു ഗവൺമെന്റ് ആൻഡ് കോർട്സ്. ആർക്കൊക്കെ ഒരു ശുപാർശ നൽകുന്നുണ്ട്? ഗവൺമെന്റിനും അതുപോലെ കോടതികൾക്കും ശുപാർശ നൽകുന്നു. എന്തിനു വേണ്ടി? ഫോർ ഇനിഷ്യേറ്റിംഗ് പ്രൊസീഡിംഗ് ബേസ്ഡ് ഓൺ ദ എൻക്വയറി ദാറ്റ് ഇറ്റ് കണ്ടക്ട്. അതായത് എന്താണ്, മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അന്വേഷണത്തിന് ഇന്ന ശിക്ഷ നൽകണം എന്നതിനുള്ള ശുപാർശ നമ്മുടെ കമ്മീഷൻ പറയുന്നു. അതായത് കമ്മീഷൻ നടത്തിയ അന്വേഷണങ്ങളുടെ വിധി കൽപ്പിക്കുവാൻ ആരോടൊക്കെ ശുപാർശ ചെയ്യുന്നു? ഗവൺമെന്റിനോടും ശുപാർശ ചെയ്യുന്നു, അതുപോലെ തന്നെ കോടതികളോടും ശുപാർശ ചെയ്യുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കോർട്സിനോട് റെക്കമെൻഡ് ചെയ്യുന്നു? അതായത് സർക്കാരിനോട് ശുപാർശ ചെയ്യുന്നു അല്ലെങ്കിൽ കോടതികളോട് ശുപാർശ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാ, കമ്മീഷൻ എന്തില്ല? സ്വന്തമായൊരു വ്യവഹാരം കൽപ്പിക്കുവാനുള്ള കപ്പാസിറ്റി, പവർ കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കമ്മീഷൻ എൻക്വയറി ചെയ്ത, അല്ലേ, കമ്മീഷൻ അന്വേഷണം നടത്തിയ ഏത് കേസും, അതായത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്ന സിറ്റുവേഷനിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എൻക്വയറി നടത്തും. മനുഷ്യാവകാശ ലംഘനം നടന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എൻക്വയറി നടത്തുന്നു. ആ എൻക്വയറിയുടെ ഫൈനൽ റിസൾട്ട്, അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ആരോടൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നു? ഗവൺമെന്റ്സിനോടും റെക്കമെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആരോടും? കോർട്സിനോടും റെക്കമെൻഡ് ചെയ്യുന്നു. അതായത് ഇറ്റ് ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻ ടു ഗവൺമെന്റ് ആൻഡ് കോർട്സ് ഫോർ ഇനിഷ്യേറ്റിംഗ് പ്രൊസീഡിംഗ് ബേസ്ഡ് ഓൺ ദ എൻക്വയറി ദാറ്റ് ഇറ്റ് കണ്ടക്ട്. അതായത് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ വിധി കൽപ്പിക്കുവാൻ ആരോടൊക്കെ? സർക്കാർ, അതായത് ഗവൺമെന്റ്സിനോടും അതുപോലെ തന്നെ കോർട്സിനോടും റെക്കമെൻഡ് ചെയ്യുന്നു, ശുപാർശ ചെയ്യുന്നു? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു, അതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 1993 ഒക്ടോബർ 12 പറഞ്ഞു. അതുപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ പോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു 1998 ഡിസംബർ 11. അതായത് 1998 ഡിസംബർ 11 ആര് വരുന്നത്? കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്ന, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. അതായത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വന്ന് 5 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വരുന്നു. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, അതിൻ്റെ ചെയർമാൻ ഓഫ് ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തു? HL ദത്ത് എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണർ ആരെന്ന് വെച്ചാൽ, അതായത് ചെയർമാൻ ഓഫ് ദ കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആരാണെന്ന് വെച്ചാൽ ആന്റണി ഡൊമിനിക് ആണ്. അതായത് എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരെന്ന് വെച്ചാൽ ആരാ? ആന്റണി ഡൊമിനിക് ആണ്. നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ പറഞ്ഞായിരുന്നു, അതാരായിരുന്നു? അദ്ദേഹം രംഗനാഥ മിശ്ര ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരാ? അത് പരീത് പിള്ള ആണ്. നമുക്ക് കേരള സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1998 ഡിസംബർ 11 ആണ്. ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് വെച്ചാൽ ആരാണ്? ആന്റണി ഡൊമിനിക് എന്നും ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ HL ദത്ത്. അത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഓർത്തിരിക്കുന്നത്. കാര്യം എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻസുകളിൽ എന്തുണ്ട്?
ഇത്തരത്തിൽ കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ചോദിക്കും. അതായത് പഴയ ആദ്യ ഇലക്ഷൻ കമ്മീഷണറും വേണം, അതേപോലെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷനും വർക്ക് ചെയ്യണം. അതേപോലെയാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും. എന്താണ് ആദ്യത്തെ രംഗനാഥ മിശ്രയും ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ ഇപ്പോഴത്തെ H.L. ദത്തും ഒന്ന് ഓർത്തിരിക്കണം. ചിലപ്പോൾ എക്സാം സമയത്ത് മാറിയാൽ തന്നെ മാറുന്ന ആൾ ആരാണോ അദ്ദേഹമാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് വേണം. അപ്പോൾ 2-3 കാര്യങ്ങളിൽ മാത്രം കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്ന് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന ടോപ്പിക്ക് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ പറയുന്ന ടോപ്പിക്കുമായി എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെടും.